ഇന്ന് നമുക്ക് പൊടിമീൻ തേങ്ങ ഇട്ട് പറ്റിച്ചെടുക്കുന്നതാണ്. അതിന് പുളിക്ക് പകരം പച്ചത്തക്കാളിക്ക ചേർത്താണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ പച്ചക്കറിത്തോട്ടത്തിലുള്ള തക്കാളിയിൽ നിന്നുള്ള പച്ചത്തക്കാളിക്ക പറിച്ച് നമുക്ക് മീൻ പീര പറ്റിക്കാം. അതിനായിട്ട് വിളഞ്ഞ പച്ചത്തക്കാളി നോക്കി പറിച്ചെടുക്കാം. ഇഷ്ടം പോലെ തക്കാളിയുണ്ട്. ഇതൊക്കെ കണ്ടോ, വിളഞ്ഞ് വരുന്നതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള പച്ചത്തക്കാളി പറിച്ചു. കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകൊക്കെ പഴുത്ത് നിൽക്കുന്നതും വിളഞ്ഞതുമായിട്ടുള്ളതും കൂടെ പറിച്ചെടുത്തു. ഇനി നമുക്ക് മീൻ പീര പറ്റിക്കാനായിട്ടുള്ള പണികളെല്ലാം ചെയ്യാം. പീര പറ്റിക്കുന്നതിന് ആദ്യമായിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചുമന്നുള്ളി, പിന്നീട് 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒട്ടും എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 5-6 എണ്ണം എടുത്തത്. പിന്നീട് അരപ്പിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടി. മുളക് പൊടി ഇത്രയും ഈ സ്പൂണിന് ഒരു 1/2 സ്പൂണോളം ഇട്ട് കൊടുക്കാം. സ്വല്പം കാശ്മീരി ചില്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവുള്ള മുളക് പൊടി, അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോവരുത്, ചെറുതായിട്ടൊന്ന് ചതഞ്ഞു വരാവുള്ളൂ. നമ്മുടെ അരപ്പ് തയ്യാറാക്കിക്കൊണ്ട് വന്നു. അരപ്പ് ഇനി നമുക്കൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. തോരൻ പരുവത്തിൽ തരുതരാന്നേ അരഞ്ഞിട്ടുള്ളൂ. കൂടുതൽ അരഞ്ഞു കഴിഞ്ഞാൽ തോരൻ പോലെ കാവത്തില്ല, ഇതങ്ങ് കുഴഞ്ഞിരിക്കും. അതുകൊണ്ട് ഈ പരുവത്തിലെ ചതച്ചെടുക്കാവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ദായി എടുത്തിരിക്കുന്ന ഈ തക്കാളി നമുക്കിതിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. തക്കാളി ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ എല്ലാ തക്കാളിക്കായി നമുക്ക് അരിഞ്ഞു കൊടുക്കാം. നമ്മുടെ തക്കാളിക്കെല്ലാം അരിഞ്ഞിട്ട് കൊടുത്തു. ഇനി നമ്മൾ കുറച്ച് പച്ചമുളക്, ഇതും അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. കുറച്ച് എരിവെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച പഴുത്ത മുളകാണ് എടുത്തിരിക്കുന്നത്. എരിവിന്റെ അനുസരിച്ചിട്ടേ പച്ചമുളക് ചേർക്കാവുള്ളൂ. കുറച്ച് പച്ചമുളക് ഇങ്ങനെ നമുക്കൊന്ന് കീറിയിട്ട് കൊടുക്കാം. പച്ചമുളകെല്ലാം അരിഞ്ഞിട്ട് കൊടുത്തു. ഇനി നമുക്ക് കറിവേപ്പില ഒന്ന് പിച്ചിക്കീറി ഇട്ട് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തു. സ്വല്പം ഉപ്പും കൂടെ ചേർക്കാം, സ്വല്പം കൂടെ വേണം. ഇനി നമുക്ക് ഏകദേശം 1 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. ഇനി ഈ അരപ്പെല്ലാം കൂടെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീന്, വെളുത്ത വേളൂരിയാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വെള്ളച്ചൂടയുമുണ്ട്. അതായത് വെള്ളച്ചൂട, ഇത് വേളൂരിയാണ്. അത് വലിയതായതുകൊണ്ട് 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ഈ മീന് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ മീൻ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന്, അധികം ബലമൊന്നും വേണ്ട, ലൈറ്റായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വേവുന്നതിനായിട്ട്
കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഒഴിച്ച് ആ അരപ്പിന്റെ അംശം എല്ലാം ഉണ്ടെങ്കിൽ അത് മീനിലോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് വെള്ളം ഒഴിച്ച് കഴുകി ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അധികം വെള്ളം വേണ്ട, വളരെ കുറച്ച് വെള്ളം മതി. കാരണം മീനിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങും, തക്കാളിക്കയുടെ വെള്ളം ഇറങ്ങും. മീന് കരിഞ്ഞു പോവാതിരിക്കാനും വേണ്ട കുറച്ച് വെള്ളം. ഇനി ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് വേവുന്നതിനായിട്ട് അടുപ്പത്തോട്ട് വെക്കാം. ഞാൻ സ്വല്പം മല്ലിപ്പൊടി ചേർക്കുന്ന കാര്യം പറയാനായിട്ട് വിട്ടുപോയി. സ്വല്പം മതി, ഒരു 1/4 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതങ്ങ് മറന്നുപോയി. ഇനി നമുക്ക് തവി കൊണ്ട് പതുക്കെ ഇളക്കി കൊടുക്കാം. ഈ മല്ലിപ്പൊടി എല്ലാവർക്കും ഒന്ന് പറ്റുന്നത് വരെ. ഇനി നമുക്ക് ഒന്ന് വേവാൻ നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീൻ തോരന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ വളരെ ലോ ഫ്ലെയിമിലോട്ടാക്കി അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര ചേർത്താലും നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് ഈ മീന് ഇളക്കി കൊടുക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കേണ്ടത് ഇങ്ങനെ കുടഞ്ഞു വേണം ഇളക്കാനായിട്ട്. തവി വെച്ച് ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മീന് പൊടിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് വളരെ ലോ ഫ്ലെയിമിലോട്ട് വെച്ച് അടച്ചു വെച്ച് വെള്ളം പറ്റിച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. മേളത്തേത് അടിയിലോട്ട് പോകണം, അടിയിലത്തേത് മുകളിലോട്ട് വരണം. അപ്പോൾ വേവെല്ലാം നന്നായിട്ട് കറക്റ്റായിട്ട് വരും. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ മീൻ പറ്റിച്ചത് വെള്ളമൊക്കെ പറ്റിയോ എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. വെള്ളമൊക്കെ പറ്റി നല്ല തോരൻ പോലൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും ടേസ്റ്റും ഒക്കെ ഒന്ന് നോക്കാമേ. ഉപ്പും ടേസ്റ്റും ഒക്കെ വളരെ നല്ലതാണ്. സാധാരണ നമ്മൾ മീൻ പറ്റിക്കുന്നത് പുളിയിട്ടാണ്. പുളിയിട്ട് പറ്റിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് ഈ പച്ചത്തക്കാളിക്കായിട്ട് മീന് പറ്റിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ മീന് പറ്റിച്ചത് തയ്യാറായി. പച്ചത്തക്കാളിക്കായിട്ട് പറ്റിച്ചതാണ്. വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.